കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം ഓർപ്പിച്ചിട്ട് വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടുകൂടി നമുക്ക് ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയും കർത്താവിൽ ആശ്രയിച്ച് തിരികെയാണ്. ആവർത്തന പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 3-ാമത് വാക്യം. എന്നാൽ നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുൻപിൽ കടന്നുപോകും എന്ന് നീ അറിഞ്ഞുകൊള്ളുക. അവൻ അവരെ നശിപ്പിക്കുകയും നിന്റെ മുമ്പിൽ താഴ്ത്തുകയും ചെയ്യും. അങ്ങനെ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ അവരെ നീക്കിക്കളയുകയും ക്ഷണത്തിൽ നശിപ്പിക്കുകയും ചെയ്യും. ഈ വാക്യങ്ങൾ കാണാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്തിലേക്ക് എത്തിക്കുന്നതിന് മുന്നോടിയായിട്ട് അവരെ ഓർമ്മിപ്പിച്ച അല്ലെങ്കിൽ അവരെ സ്തോത്രം ബലപ്പെടുത്തിയ, അവരെ ധൈര്യപ്പെടുത്തിയ ഒരു വചനമാണ് നമ്മൾ വായിക്കാൻ തക്കവണ്ണം ഇടവന്നത്. നമുക്കറിയാം, ഇസ്രായേൽ ജനം കനാൻ ദേശം എന്ന വാഗ്ദത്ത ദേശത്തിലേക്ക് അവരുടെ പിതാവായ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും അരുളി ചെയ്ത വാഗ്ദത്ത നിവർത്തീകരണ ദേശത്തേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ നേരിടാൻ പോകുന്ന പ്രതിസന്ധികൾ അല്ലെങ്കിൽ നേരിടാൻ പോകുന്ന പ്രതികൂലങ്ങൾ, അവിടുത്തെ അനാക്യമല്ലന്മാർ, ഇവരെക്കുറിച്ചുള്ള സ്തോത്രം അറിവാണ് കുറച്ചുകൂടെ ആഴത്തിൽ പിന്നെ ഇവരെ ഓർമ്മിപ്പിക്കുന്നതായിട്ട് നമ്മൾ വായിക്കപ്പെടുന്നത്. മാനുഷികമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ അനാക്യമല്ലന്മാരുടെ മുമ്പിൽ ഇസ്രായേൽ വെട്ടിക്കിളികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? നമുക്കറിയാം, 12 പേരിൽ ഒറ്റുനോക്കാൻ പോയ 12 പേരിൽ 10 പേരും പറഞ്ഞൊരു വാചകമാണ്, അവർ അനാക്കിൻ്റെ പുത്രന്മാരാണ്, അനാക്യം മല്ലന്മാരാണ്, അവരെ തോൽപ്പിക്കുക അസാധ്യമാണ്, അവരുടെ മുൻപിൽ നമ്മൾ വെറും വെട്ടിക്കിളികളാണ്. എന്നാൽ യോശുവയും കാലേബും പറഞ്ഞത്, യഹോവ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ജയിക്കാൻ കഴിയും, അല്ലെങ്കിൽ അവരെ നമുക്ക് തോൽപ്പിച്ച് നമുക്ക് ആ ദേശത്തെ അവകാശമാക്കാൻ കഴിയുമെന്ന് കാലേബും യോശുവയും പറഞ്ഞതായിട്ട് നമ്മൾ വായിക്കപ്പെടുന്നുണ്ട്. ഇവിടെ 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് ആവർത്തന പുസ്തകം 9-ൽ കടന്നു വരുമ്പോൾ അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച്, ഇസ്രായേലെ കേൾക്കുക, നീ ഇന്ന് യോർദാൻ കടന്ന് നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളെയും അനാക്കിൻ്റെ പുത്രന്മാർ അല്ലെങ്കിൽ അനാക്യ മല്ലന്മാരെ കുറിച്ച് പറയുന്നത് ഇവർ ഇസ്രായേലിനേക്കാൾ വലിപ്പമുള്ളവരാണ്. സ്തോത്രം. അടുത്ത് പറയുന്നത് വലിപ്പമുള്ളവരാണ്, അപ്പോൾ തന്നെ ബലമുള്ളവരാണ്, ഉയർന്ന മതിലും ആകാശത്തോളം ഉയർന്ന മതിലും വലിയ പട്ടണങ്ങളെയും വലിപ്പവും പൊക്കവുമുള്ള അനാക്യരെന്ന ജാതിയെയും അടക്കുവാൻ പോകുന്നു. സ്തോത്രം. നീ അവരെ അറിയുന്നുവല്ല, അനാക്യരുടെ മുൻപാകെ നിൽക്കാകുന്നവൻ ആര് എന്നിങ്ങനെയുള്ള ചൊല്ല് നീ കേട്ടിരിക്കുന്നുവല്ലോ. ശ്രദ്ധിച്ചേ, ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, അനാക്യരുടെ മുമ്പിൽ നിൽക്കാകുന്നവൻ ആർ എന്നൊരു ചൊല്ല് കോമൺ ആയിട്ട് ഒരു പൊതുവായിട്ടൊരു ചൊല്ലുണ്ട്. സ്തോത്രം. കാരണം ഇവർ ഉയർന്ന പൊക്കമുള്ളവരാ, ഉയർന്ന മതിലുള്ളവരാണ്. സ്തോത്രം. ഇവരെക്കാൾ ബലം അവർക്കുണ്ട്, ശക്തി അവർക്കുണ്ട്, കഴിവ് അവർക്കുണ്ട്. സ്തോത്രം. അപ്പോൾ ഇവരെ തോൽപ്പിക്കാൻ മാനുഷികമായിട്ട് ഒരു കാരണവശാലും സാധ്യമല്ല. എന്നാൽ ദൈവം ഇവിടെ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, എന്തുവാ? എന്നാൽ നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുൻപിൽ കടന്നു പോകുന്നു എന്ന് നീ അറിഞ്ഞുകൊള്ളുക. സ്തോത്രം. എന്താണ് ഇതിന്റെ അർത്ഥം? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ മുൻപിൽ വാഗ്ദത്തം ഉണ്ടെങ്കിൽ അതിനെ പ്രതി നീ ഭയപ്പെടണം. സ്തോത്രം. കാര്യം, ഒരു മാനുഷിക മേഖലയ്ക്കകത്ത് നിന്നല്ല നിന്റെ തലമേൽ വാഗ്ദത്തം ഇറങ്ങിയത്. ഒരു മനുഷ്യനെ കണ്ടിട്ടല്ല നീ കർത്താവിൻ്റെ വേലയ്ക്കോ ഇല്ലെങ്കിൽ കർത്താവിനെ ആരാധിപ്പാനോ നീ പുറപ്പെട്ടത് എങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഉറപ്പിക്കുക, നിന്നെ തൊടുവാൻ ലോകത്തിൽ ഒരു മനുഷ്യനും അനുവാദമില്ല. കാരണം സ്വർഗീയ വിളി ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരസ്പർശനം ഏറ്റാണ് നീ നടക്കുന്നത്. ബൈബിൾ പറയുന്നു, നിനക്ക് മുൻപായിട്ട് ദഹിപ്പിക്കുന്ന അഗ്നിയായി ഒരുവൻ കടന്നു പോകുന്നു. അതാണ് നമ്മൾ സേവിക്കുന്ന നമ്മുടെ ദൈവം. ഈ ദൈവം പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അവൻ അവരെ നശിപ്പിക്കും. ആര്? നമ്മൾ നശിപ്പിക്കുന്നതിന് മുമ്പ് ദൈവം അവരെ നശിപ്പിക്കും. അടുത്ത് നിന്റെ മുൻപിൽ, നമ്മുടെ മുൻപിൽ ശത്രുവിനെ താഴ്ത്തുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. സ്തോത്രം. ശ്രദ്ധിച്ചേ, നിനക്ക് മുൻപേ ഉയർന്നു നിൽക്കുന്ന, നിന്നേക്കാൾ വലിപ്പമുള്ള, നിന്നേക്കാൾ ഉയരമുള്ള സ്തോത്രം പൊക്കമുള്ള മതിലുണ്ടായിരുന്ന അനാക്യമല്ലന്മാർ ഇല്ലെങ്കിൽ കനാനിലെ ശത്രുവിനെ ഇസ്രായേലിന്റെ മുമ്പിൽ താഴ്ത്തുവാൻ സ്തോത്രം ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വന്നെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. നിനക്കെതിരെ നിൽക്കുന്ന പ്രതിസന്ധി നിന്നേക്കാൾ വലിപ്പമുള്ളതാ, നിനക്കെതിരെ നിൽക്കുന്ന ശത്രു നിന്നേക്കാൾ ബലമുള്ളതാ, ഉയർന്നവരാ. നിനക്ക് മാനസികമായിട്ട് അവരെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയാ, നിങ്ങളെ സ്തോത്രം സഹായിക്കുന്ന ഒരു ദൈവം നിനക്ക് മുൻപേ കടന്നു പോകുന്നു. അതുകൊണ്ട് ഇന്ന് പ്രഭാതം നിന്റെ വിടുതലിന്റെ ദിവസം
ദിവസമായി മാറുകയാണ്. പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ പിന്നെയും നമുക്ക് കാത്തിരിക്കാം, വാഗ്ദത്ത ദേശം പ്രാപിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകടയിൽ മറയ്ക്കണമേ. കൃപ കൂടെ ഇരുന്നാട്ട് മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.